ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ പോകുന്നു. വയനാട് പഞ്ചാരക്കൊല്ലിയിൽ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി. പിനാക്കാവിനോട് ചേർന്നാണ് കടുവയുടെ ജഡം കണ്ടത്. വിവരങ്ങളുമായി ഹരിത കരുണാകരൻ ചേരുന്നുണ്ട്. ഹരിത, ദൗത്യസംഘത്തിന്റെ തിരച്ചിൽ ഒരു വശത്ത് തുടരുകയായിരുന്നു. അപ്പോഴാണ് വയനാട് പഞ്ചാരക്കൊല്ലിയിൽ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിന് അല്പസമയം മുൻപാണ് ദൗത്യസംഘം വയനാട്ടിലേക്ക് കാടിനുള്ളിലേക്ക് കൂടുതൽ തിരച്ചിൽ വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്നാണ് ഇവർ കൊല്ലിയിലെ പിലാക്കാവിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്താണ്, തെരയുന്ന സ്ഥലത്താണ് കടുവ ചത്ത നിലയിൽ കണ്ടെത്തിയത്. അതിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. അവിടെ ഇത്രയും ദിവസം ഭീതി പടർത്തിയ ആ കടുവ തന്നെയാണ് ചത്തത് എന്നുള്ള സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. അല്പസമയം മുൻപാണ് തിരച്ചിൽ സംഘം കാടിനുള്ളിലേക്ക് പ്രവേശിച്ചത്. ഉടനെ തന്നെ തൊട്ടടുത്ത പ്രദേശത്തായിട്ടാണ് ഇപ്പോൾ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. പരിക്ക് പറ്റിയ രീതിയിലാണ് ഇപ്പോൾ കടുവയെ കണ്ടെത്തിയിട്ടുള്ളത്. എങ്ങനെയാണ് ചത്തത്, ഏത് സാഹചര്യത്തിലാണ് മുറിവുകൾ പറ്റിയതെന്നുള്ള കാര്യത്തിലൊന്നും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. എങ്കിലും ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇത്രയും ദിവസം 4 ദിവസത്തോളം ആ പ്രദേശത്തെ ഭീതിയിലാഴ്ത്തിയ, ജനങ്ങളെ ആശങ്കയിലാഴ്ത്തിയ ആ കടുവ ചത്തു എന്നുള്ള ഒരു വാർത്തയാണ് ഈ നിമിഷം പുറത്തു വരുന്നത്. ഇന്ന് RRT സംഘം കൂടുതൽ അരുൺ സഖറിയയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കൂടുതൽ വിദഗ്ധ സംഘം എത്തി പരിശോധന വ്യാപിപ്പിച്ച് 48 മണിക്കൂറിനുള്ളിൽ കടുവയെ കണ്ടുപിടിക്കാം എന്നുള്ള ഒരു ദൗത്യത്തിന്റെ പുറത്താണ് ഇന്ന്. നിർണായകമായിട്ടുള്ള ഒരു ദൗത്യമായിരുന്നു. കാരണം നാട്ടുകാരുടെ പ്രതിഷേധമൊക്കെ കണക്കിലെടുത്താണ് ഈ 48 മണിക്കൂർ നിർണായകമാക്കി സംഘം തിരച്ചിലിനിറങ്ങിയ ഉടനെ, ഇത് രാവിലെയോടെ ഇറങ്ങി ഉടനെ തന്നെ ഈ കടുവയെ ചത്ത നിലയിൽ ഇപ്പോൾ കണ്ടെത്തുകയായിരുന്നു. ആദ്യമൊക്കെ ഒരു ആശങ്കയുണ്ടായിരുന്നു, അത് ഈ തെരയുന്ന കടുവ തന്നെയാണോ ചത്തതെന്നുള്ള ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഇപ്പോൾ ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. ചത്തത് ഇത്രയും ദിവസം അല്ലെങ്കിൽ രാധയെ കൊലപ്പെടുത്തിയ അതേ കടുവ തന്നെയാണ് ഇപ്പോൾ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ആതിര, ഹരിത, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസമാണ് രാധ എന്ന സ്ത്രീയെ ഈ കടുവയുടെ ആക്രമണത്തിൽ മരിച്ചത്. അതുപോലെ തന്നെ ഇന്നലെ ദൗത്യ സംഘത്തിനു നേരെയും ജയസൂര്യ എന്ന RRT അംഗത്തിനു നേരെ അടക്കം കടുവയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. തീർച്ചയായും ആതിര, അല്പസമയത്തിനുള്ളിൽ വനപാലകർ നമുക്ക് മാധ്യമങ്ങളോട് പ്രതികരിക്കും. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ ആണ് RRT സംഘത്തിലെ ജയസൂര്യക്ക് നേരെ കടുവ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ ജയസൂര്യക്ക് പരിക്കുമുണ്ട്. എങ്കിലും ഇന്നലെ മന്ത്രി OR കേളു പറയുകയുണ്ടായി, ഇന്നലെ വെടിവെക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, എങ്കിലും ആ വെടി കടുവയ്ക്ക് കൊണ്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. എങ്കിലും ആ ഒരു ആക്രമണത്തിൽ കടുവയ്ക്ക് ഏതെങ്കിലും രീതിയിലുള്ള പരിക്കുകൾ പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എങ്കിലും അല്പസമയത്തിനുള്ളിൽ അവർ മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രതികരിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്ത് സാഹചര്യത്തിലാണ് കടുവ ചത്ത ഒരു പോസ്റ്റ്മോർട്ടം നടപടികളും ഒക്കെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം മാത്രമാണ് എന്ത് കാരണത്താലാണ് കടുവ ചത്ത എന്നുള്ള ഒരു വിവരം ലഭിക്കുകയുള്ളൂ. എങ്കിലും ആ പ്രദേശത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായിരുന്നു. 48 മണിക്കൂറായിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യ ഘട്ടങ്ങളിൽ പുറത്തു പോകണമെങ്കിൽ വാഹന സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്കിലും കടുവയെ കണ്ടാൽ ഉടൻ തന്നെ വെടിവെക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ നൽകിയിട്ടുണ്ടായിരുന്നത്. 48 മണിക്കൂർ കർഫ്യൂ ഉണ്ടായിരുന്നു. മാനന്തവാടി നഗരസഭയിലെ പഞ്ചാരക്കൊല്ലി, ചിറക്കര, പിലാക്കാവ് ഡിവിഷനുകളിലെ മദ്രസകൾ, അങ്കണവാടികൾ, സ്കൂളുകൾ എന്നിവയ്ക്കൊക്കെ ആയിരുന്നു അവിടെ നിയന്ത്രണം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഈ കടുവയുടെ ആക്രമണത്തിൽ മരിച്ച രാധയുടെ വീട് സന്ദർശിക്കാൻ മന്ത്രി AK ശശീന്ദ്രൻ എത്തിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് മന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം അടക്കമുള്ളവയുണ്ടായിരുന്നു. തുടർന്ന് പ്രതിഷേധം കണക്കിലെടുത്താണ് 48 മണിക്കൂർ കർഫ്യൂ പ്രഖ്യാപിച്ച് കടുവയെ പിടികൂടി ഉടൻ തന്നെ വെടിവെക്കുമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെ മന്ത്രിയും ടീം അംഗങ്ങളും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. അരുൺ സഖറിയുടെ നേതൃത്വത്തിലാണ് ടീം അംഗം പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കടുവയെ കണ്ടെത്തിയ ഉടൻ വെടിവെക്കുമെന്നുള്ള തീരുമാനങ്ങൾക്ക് അപ്പുറമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിവരം ഇപ്പോൾ ലഭിക്കുകയുണ്ടായത്. കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത് എന്ത് കാരണത്താലാണ് കടുവ ചത്തത് എന്നുള്ള വിവരങ്ങളൊക്കെ ലഭിക്കേണ്ടതുണ്ട്. വനപാലകരൊക്കെ അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചാൽ മാത്രമേ എന്താണ് കാരണം എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും ഇത്രയും ദിവസം ആൾക്കാരെ പ്രതിസന്ധിയിലാക്കിയ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ RRT സംഘത്തിലെ ജയസൂര്യ ആക്രമിച്ചപ്പോഴൊക്കെ വളരെ നിർണായകമായിരുന്നു. കാരണം നാട്ടുകാരെ പോലെ തന്നെ ഈ RRT ടീമുകൾക്കും വളരെ ആശങ്കാജനകമാണ്. കാരണം ഇത്തരത്തിലൊരു ദൗത്യത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യത്തിലൊക്കെ വളരെ ആശങ്കയുണ്ടായിരുന്നു. ആ ആശങ്കയ്ക്ക് പുറത്ത് അത്രയും സുരക്ഷാ മാർഗങ്ങളൊക്കെ സ്വീകരിച്ച് ആവശ്യമായിട്ടുള്ള ആയുധങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇവർ ഈ ഒരു ദൗത്യത്തിന് ഇറങ്ങിയത്. അപ്രതീക്ഷിതമായിട്ടാണ് ഇന്നലെ ജയസൂര്യക്ക് നേരെയും ഇങ്ങനെ ഒരു ആക്രമണം
ഉണ്ടായത്. ആ ആക്രമണത്തിൽ ഭാഗമായിട്ടാണോ അതിൽ ഏതെങ്കിലും രീതിയിലുള്ള പരിക്കുകൾ പറ്റിയിട്ടാണോ കടുവ ചത്തത് എന്നുള്ള വാർത്തകളൊക്കെ അറിയേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ജനം ബേസ് ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. തുടർന്ന് കടുവയുടെ ദേഹത്ത് പരിക്കുണ്ട് എന്നാണ് കണ്ടെത്തിയത്. ഈ ജഡം കണ്ടെത്തിയത് ഇപ്പോൾ RRT സംഘമാണ് ഈ ജഡം കണ്ടെത്തിയിരിക്കുന്നത്. ഈ പിലാക്കാവ് പരിസരത്താണ്, പിലാക്കാവ് ചേർന്നുള്ള സ്ഥലത്താണ് ജഡം കണ്ടെത്തിയത്. തിരച്ചിലിറങ്ങിയ ഭാഗത്താണ് ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ ഇത് കണ്ടെത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആതിര, ഹരിത, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് ജനങ്ങളുടെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ ജനങ്ങളെ ആശങ്കയുണ്ടാക്കുന്ന ആളെക്കൊല്ലി കടുവയാണ് ഇപ്പോൾ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ജനങ്ങൾക്ക് ഒരു ആശ്വാസ വാർത്ത തന്നെയാണ് അല്ലേ? തീർച്ചയായും ആതിര, ജനങ്ങളെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ഒരു അടിസ്ഥാന പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഈ കടുവ വിഷയം എന്ന് പറയുന്നത്. ഇത് ഈ രാധയുടെ മരണത്തോടെ ആ പ്രദേശത്ത് സംഭവിക്കുന്ന ആദ്യത്തെ മരണം മാത്രമല്ല, വയനാട് നിരന്തരമായിട്ട് ഇത്തരം വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പുലിയുടെ ആക്രമണം, കടുവയുടെ ആക്രമണം. ഇപ്പോൾ ഇപ്പോൾ ഈ ചത്ത കടുവ എന്ന് പറയുന്നത് നരഭോജി കടുവയുടെ ഗണത്തിൽപ്പെട്ടിട്ടാണ്. ഇപ്പോൾ അത്രയും അക്രമകാരിയായിട്ടുള്ള ഒരു കടുവയായിരുന്നു ഈ 4 ദിവസങ്ങളിൽ ആ പ്രദേശമാകെ ഭീതി പടർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏറ്റവും ആശങ്ക വരുന്നത് ജനങ്ങളുടെ ഭീതി തന്നെയാണ്. അവരുടെ സ്വകാര്യതയിലേക്ക് വന്യമൃഗങ്ങൾ കടന്നു വരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എത്രത്തോളമാണെന്നുള്ളത് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടു എന്നുള്ളതാണ്. കാരണം രാധയുടെ ജഡം കിട്ടുന്ന സമയത്ത് അവരുടെ ഒരു പാതി മുഖം തന്നെ ഇല്ലായിരുന്നു, പാതി ഭാഗം തന്നെ കടുവ ഭക്ഷിച്ച രീതിയിലായിരുന്നു. കാരണം ഇത്രയും മൃഗീയമായിട്ട് ഒരു മനുഷ്യനെ കൊല്ലുക അല്ലെങ്കിൽ വന്യജീവി ആക്രമിക്കുക, ആ ആക്രമണത്തിൽ ഒരു മരണം ഉണ്ടാവുക എന്നെ സംബന്ധിച്ച് ആ നാട്ടുകാരെ സംബന്ധിച്ച് വളരെ ഭീതിജനകമാണ്. അത്തരത്തിൽ ഇത്രയും ദിവസത്തെ അവരുടെ ഒരു പ്രതിഷേധം കണക്കിലെടുത്താണ് ഇത്രയും 48 മണിക്കൂർ കർഫ്യൂ പ്രഖ്യാപിച്ച്, നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് ആ പ്രദേശമാകെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും RRT സംഘം അടക്കമുള്ള ഒരു വലിയ സംഘം തന്നെ തിരച്ചിലിനായി ഇറങ്ങിയത്. ഉടൻ തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ മന്ത്രിയെ പ്രതിരോധിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയുണ്ടായി. ആദ്യ ദിവസം തന്നെ മന്ത്രി OR കേളുവിനെതിരെ നാട്ടുകാർ പ്രതിഷേധിക്കുന്ന കാര്യങ്ങളൊക്കെ കാണുകയുണ്ടായി. തുടർന്ന് രാധയുടെ കുടുംബത്തിന് ധനസഹായമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അത്തരത്തിലുള്ള സഹായത്തിനേക്കാൾ നമുക്ക് അപ്പുറം വേണ്ടത് ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള അല്ലെങ്കിൽ സമാധാനപരമായി ഇത്തരം വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് സ്ഥിരമായിട്ടൊരു പരിഹാരം വേണമെന്നുള്ള ആവശ്യമായിട്ടാണ് ജനങ്ങൾ അവിടെ എത്തിയത്. ഈ ഒരു വാർത്ത കേൾക്കുന്നതോടെ ആദ്യം തന്നെ ആശ്വാസമാവുക ജനങ്ങൾക്ക് തന്നെയായിരിക്കും. കാരണം ഇത്രയും ദിവസം അവർ മര്യാദക്കൊന്ന് ഉറങ്ങിയിട്ട് ദിവസങ്ങളായിട്ട് തന്നെ പറയേണ്ടി വരും. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറി വന്ന ഒരു വില്ലൻ എന്ന് പറയേണ്ടി വരും ഈ കടുവയെ. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ അവർക്ക് ഈ കടുവ ചത്തു എന്നുള്ള രീതിയിൽ വാർത്ത കേൾക്കുന്നത് അവർക്കൊരു ആശ്വാസമായിരിക്കും. എങ്കിലും കടുവ എങ്ങനെയാണ് ചത്തത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നമുക്ക് ഉടൻ ഉണ്ടാകേണ്ടതുണ്ട്. അല്പസമയത്തിനുള്ളിൽ അതിനൊരു വിശദീകരണം ലഭിക്കുമെന്ന് വിചാരിക്കുന്നു. ജനങ്ങളെ സംബന്ധിച്ച് ആശ്വാസമാണ്. കാരണം ഇത്രയും ദിവസം ഭീതി പടർത്തിയ ഒരു കടുവയ്ക്കാണ് ഒരു അന്ത്യം ഉണ്ടായിരിക്കുന്നത്, ഒരു വിഷയത്തിനാണ് ഒരു അന്ത്യം ഉണ്ടായിരിക്കുന്നത്. ആതിര, ഹരിത, കടുവയുടെ ദേഹത്ത് പരിക്കുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഇതിനുള്ള തുടർ നടപടികൾ എങ്ങനെയാണ്? അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘമായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ അവിടെ കടുവയ്ക്കായുള്ള തിരച്ചിൽ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ആതിര, ഇനിയിപ്പോൾ ജഡം ബേസ് ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. തുടർന്ന് ഈ കടുവയുടെ പരിക്കുകൾ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുമായിരിക്കും. തുടർന്ന് ഈ അരുൺ സഖറിയയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പോയതുകൊണ്ട് തന്നെ അവർ വിദഗ്ധ പരിശോധന നടത്തിയതിന് ശേഷമായിരിക്കും കാരണങ്ങളൊക്കെ സ്ഥിരീകരിക്കുന്നത്. അതേസമയം തന്നെ ഈ കടുവയുടെ ജഡം കണ്ടെത്തിയത് ഈ പിലാക്കോട് ഭാഗത്ത് അവരെ പരിശോധന തുടങ്ങിയ സ്ഥലത്ത് തന്നെയാണ് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എങ്കിലും ഈ പരിക്ക് എങ്ങനെ പറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. കാരണം വലിയൊരു സംഘമായിട്ടുള്ള തെരച്ചിലായിരുന്നു. കുങ്കിയാനകളെ അടക്കം നിയോഗിച്ച് അല്ലെങ്കിൽ അവരെ അടക്കം കൊണ്ടുവന്നിട്ടുള്ള ഒരു തെരച്ചിലാണ് വ്യാപിപ്പിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ്
48 മണിക്കൂർ നിർണായകമാക്കിയത്, കർഫ്യൂ തുടങ്ങിയത്. ഈ പക്ഷേ എങ്കിലും പറയുന്നത് കാര്യം, ഈ കടുവയെ കണ്ടെത്തണമെന്നാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിച്ചിരുന്നത്. കാരണം അത്രയും ആ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ ഏറ്റവും അടിസ്ഥാന പ്രശ്നങ്ങളായി ഈ ഒരു വന്യജീവി ആക്രമണങ്ങൾ മാറുമ്പോൾ അവർക്ക് കൂടെ നിൽക്കാനാണ് നമ്മളും കൂടുതലും ആഗ്രഹിച്ചിരുന്നത്. പല കാര്യങ്ങളും അവർ പറയുന്നതും അവരെ സംബന്ധിച്ച്, ജനങ്ങളെ സംബന്ധിച്ച് അവരെ ഭീതിയിലാക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇത്തരം ഇത്തരം വന്യമൃഗങ്ങൾ വന്ന് ആക്രമിക്കുമ്പോൾ അവരുടെ ഒരു നിലനിൽപ്പ് തന്നെ ആശങ്കയിലാകുന്ന ദിനങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. എങ്കിലും ഈ കടുവ എങ്ങനെയാണ് ചത്തതെന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം അല്പസമയത്തിനുള്ളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആതിര, ഹരിത പ്രദേശത്ത് കർഫ്യൂ അടക്കം പ്രഖ്യാപിച്ചിരുന്നു. 48 മണിക്കൂറായിരുന്നു നിർണായകം. ആ 48 മണിക്കൂറിനുള്ളിൽ നിർണായകമായിരിക്കുന്നു. നരഭോജി കടുവ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. ഇനിയുള്ള തുടർ നടപടികൾ എങ്ങനെയാണ്? എങ്ങനെയാണെന്ന് കാര്യത്തിലൊരു വിശദീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല ആദ്യ. എങ്കിലും കർഫ്യൂ കാര്യങ്ങളും ഒക്കെ ഇന്നിപ്പോൾ നടപ്പിലാക്കിയ കർഫ്യൂകളൊക്കെ തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ചെറിയ രീതിയിൽ ഈ വാർത്ത വന്നു എങ്കിലും 48 മണിക്കൂർ എന്നുള്ളത് ഇന്നൊരു ദിവസം നിരോധനാജ്ഞ അതുപോലെ തന്നെ തുടരുമായിരിക്കും. കാരണം ഇന്നത്തെ കാര്യം അതുപോലെ തുടരുമെങ്കിലും നാളെ തൊട്ട് പഴയ രീതിയിലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിലൊരു വിശദീകരണം മന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ വിശദീകരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ 48 മണിക്കൂറായിരുന്നു കർഫ്യൂ പ്രഖ്യാപിച്ചത്. ഈ പഞ്ചാരക്കൊല്ലിയും ചുറ്റുപ്രദേശങ്ങളിലുമായിരുന്നു പ്രധാനമായും കർഫ്യൂ ഉണ്ടായിരുന്നത്. ഈ ചിറക്കര, പിലാക്കാവ് ഡിവിഷനുകളിലെ മദ്രസകളും അങ്കണവാടികൾ, സ്കൂളുകൾ എന്നിവയ്ക്കാണ് അവധി പ്രധാനമായും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടങ്ങളിൽ സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ ഹാജരാകേണ്ടതില്ല എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെയാണ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ദൗത്യ സംഘത്തിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ആയിരുന്നു ഇന്ന് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. എങ്കിലും കൂടുതൽ കമാൻഡോകൾ കൂടി ഇന്ന് ഇറങ്ങുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ ഈ കടുവയെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ഷാർപ്പ് ഷൂട്ടർമാരടക്കം ഈ ഒരു സംഘത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ 4 ദിവസത്തിനിടെ 2 തവണ ആണ് മനുഷ്യരെ ആക്രമിച്ചത്. ഒന്ന് രാധയാണ്, ഒന്ന് ആറാട്ട് സംഘത്തിലെ ജയസൂര്യയാണ്. ഇത്തരത്തിൽ അത്രയും ക്രൂരമായി മനുഷ്യരെ ആക്രമിച്ച സാഹചര്യം ഉള്ളതിനാണ് ഇത്രയും വലിയൊരു വിദഗ്ധ സംഘം തന്നെ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതീവ ജാഗ്രതയിലായിരുന്നു ഈ മേഖല മൊത്തത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം ഈ ഒരു വാർത്ത അറിഞ്ഞതോടെ ആശ്വാസകരമായിട്ടുണ്ടാകും. ചെറിയ രീതിയിലുള്ള കർഫ്യൂവിൽ നിന്ന് ലളിതമായിട്ടൊരു മാറ്റം വന്നിട്ടുണ്ടാകും. കാരണം ഈ ഒരു വാർത്ത അറിഞ്ഞതോടുകൂടി ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ആ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ടാകും. ഇനി മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു വിശദീകരണം ലഭിക്കേണ്ടതുണ്ട്. കെ ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുമെന്നുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കടുവ എങ്ങനെയാണ് ചത്തത് എന്നുള്ള കാര്യത്തിൽ ഒരു വിശദീകരണം ലഭിക്കേണ്ടതുണ്ട്. മറ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം അതിനൊരു വിശദീകരണം ലഭിക്കുമെന്നാണ്. ഇപ്പോൾ ഷിബു വയനാട് ഇപ്പോൾ നമ്മുടെ കൂടെ ടെലിഫോൺ ലൈനിലുണ്ട്. ഷിബു, വയനാട് പഞ്ചാരക്കൊല്ലിയിൽ കടുവയെ ചത്ത നിലയിലാണ് കണ്ടെത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസം വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ നടന്നിരുന്നു. കടുവയെ കണ്ടെത്താനുള്ള തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് കർഫ്യൂ അടക്കം പ്രദേശത്ത് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇപ്പോൾ പിലാക്കാവിനോട് ചേർന്നാണ് കടുവയുടെ ജഡം കണ്ടെത്തിയിരിക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അതെ, അതായത് ഇപ്പോൾ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത് പിലാക്കാവിനും പഞ്ചാരക്കൊല്ലിക്കും ഇടയ്ക്കുള്ള ഒരു പ്രദേശത്താണ്. ഇത് തമ്മിൽ 3 കിലോമീറ്റർ ദൂരമാണ് ഈ സ്ഥലം തമ്മിൽ ഉള്ളത്. അതായത് കഴിഞ്ഞ ദിവസം രാധയുടെ വീടിനോട് അടുത്തുള്ള ഒരു പ്രദേശത്ത് വെച്ചാണ് ഇപ്പോൾ കടുവയുടെ ജഡം കണ്ടെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഊർജിതമായ ഒരു തിരച്ചിൽ കടുവയ്ക്കായി നടത്തിയിരുന്നു. ആ സമയത്താണ് ഇന്ന് രാവിലെ കടുവയുടെ ജഡം കണ്ടെത്തിയത്. കടുവയ്ക്ക് മുറിവേറ്റ പാടുകൾ ഉണ്ട് എന്നാണ് അവിടെ നിന്ന് രാവിലെ ജഡം കണ്ടെത്തിയ ആളുകൾ പറഞ്ഞത്. ഇത് സംബന്ധിച്ച് വിശദീകരണം CCF ദീപയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘമാണ് മാനന്തവാടിയിൽ പിലാക്കാവിലും പഞ്ചാരക്കൊല്ലിയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്. അല്പസമയത്തിനകം തന്നെ കടുവയുടെ ജഡം ബേസ് ക്യാമ്പിലേക്ക് കൊണ്ടുവരും എന്നാണ് വനപാലകർ അറിയിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും കടുവ അവശനിലയിലായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നലെ കടുവ ദൗത്യസംഘത്തിന് നേരെ ആക്രമണം നടത്തിയിരുന്നു. വെടിവെക്കാനുള്ള ശ്രമത്തിനിടെയാണ് കടുവ വനപാലക സംഘത്തിലെ ജയസൂര്യയെ ആക്രമിച്ചത്. അതിനുശേഷവും തിരച്ചിൽ ഊർജിതമായി നടക്കുന്നുണ്ടായിരുന്നു. കടുവയെ കണ്ടാൽ നരഭോജി കടുവയായി പ്രഖ്യാപിച്ച് കണ്ടാൽ ഉടൻ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവുണ്ട് എന്ന് ഇന്നലെ ഇവിടെ എത്തിയ വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞിരുന്നു. വലിയ തോതിലുള്ള ഒരു പ്രതിഷേധങ്ങൾക്കിടെയാണ് ഇപ്പോൾ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും വലിയ ഒരു വനപാലക സംഘം തന്നെ, ദൗത്യ സംഘം തന്നെ ഉണ്ട്.
ഡോക്ടർ അജേഷിന്റെ നേതൃത്വത്തിൽ വെറ്റിനറി സർജൻ ഉണ്ട്, മറ്റ് ഡോക്ടേഴ്സും അതുപോലെ വിദഗ്ധ സംഘത്തിലെ ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെയുണ്ട്. നോർത്ത് വയനാട് DFO ഉണ്ട്, സൗത്ത് വയനാട് ഡിവിഷനിൽ നിന്നുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട്, അതുപോലെ തന്നെ CCF DY ഉണ്ട്. ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ഈ കടുവയെ ബേസ് ക്യാമ്പിലേക്ക് മാറ്റി മറ്റ് പരിശോധനകളെല്ലാം നടത്തും. ജനപ്രതിനിധികൾ അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, സമരം നടത്തിയിരുന്നവർ എല്ലാവരും തന്നെ ഇപ്പോൾ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ആശ്വാസകരമായ ഒരു വാർത്തയാണ് ജനങ്ങളെ സംബന്ധിച്ച് ഉള്ളത് എങ്കിലും കടുവ എങ്ങനെ ചത്തു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു അന്വേഷണം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. കടുവയുടെ മുൻകാലുകൾക്കാണ് പരിക്കുള്ളതായി പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഏത് തരത്തിലായിരിക്കും കടുവ ചത്തത് എന്നതിനെ കുറിച്ചുള്ള പരിശോധന, വിദഗ്ധമായുള്ള പരിശോധന ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. വെറ്റിനറി സർജൻ ഡോക്ടർ അജേഷ് ഇപ്പോൾ ഇവിടെ സ്ഥലത്തുണ്ട്, കടുവയെ പ്രാഥമിക പരിശോധന നടത്തുന്നുണ്ട്. മറ്റ് വിദഗ്ധരായ ആളുകളെല്ലാം തന്നെ, അതായത് ഇതിനു മുൻപൊക്കെ കടുവാ ദൗത്യത്തിൽ പങ്കാളികളായ, കടുവയെ കൂടുവെച്ച് പിടികൂടുന്നതിലും അതുപോലെ തന്നെ മയക്കുവെടി വെച്ച് പിടികൂടുന്നതിലുമെല്ലാം വൈദഗ്ധ്യം നേടിയ ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഈ സംഘത്തിൽ ഉള്ളത്. 200-ലധികം വനപാലകർ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തിരച്ചിൽ നടന്നിരുന്നു. രാധ കൊല്ലപ്പെട്ടത് മുതൽ വലിയ പ്രക്ഷോഭത്തിലായിരുന്നു ആളുകൾ എല്ലാം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രക്ഷോഭത്തിന് ശമിപ്പിക്കാൻ വേണ്ടി ഒന്നും ശ്രമിച്ചിരുന്നില്ല. പിന്നീട് ഇപ്പോൾ കടുവ ചത്ത നിലയിൽ കണ്ടെത്തിയതോടുകൂടി ജനങ്ങളാകെ ആശ്വാസത്തിലാണുള്ളത്. എന്നാൽ വനപാലകരെ സംബന്ധിച്ചിടത്തോളം ഇത് ഏത് രീതിയിൽ കടുവ ചത്തു എന്നതിനെ കുറിച്ചൊരു അന്വേഷണമായിരിക്കും നടക്കുക. അല്പസമയത്തിനകം തന്നെ CCF ദീപ, മറ്റ് വനപാലകർ, അതുപോലെ വെറ്റിനറി സർജൻ അജേഷ് എന്നിവർ മാധ്യമങ്ങളെ കാണുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം മാധ്യമങ്ങൾ കാണും. ഷിബു, കടുവയുടെ ദേഹത്ത് പരിക്കുണ്ട്. ഇനി കടുവ എങ്ങനെയാണ് ചത്തത് എന്നുള്ള കാരണമാണ് കണ്ടെത്തേണ്ടത്. പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഇന്ന് തന്നെ നടത്തുമോ? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? തീർച്ചയായും. അതായത് ഈ കടുവ ജനവാസ മേഖലയിൽ ഇറങ്ങിയതിനാൽ തന്നെ ഏതെങ്കിലും മുള്ളുവേലികളിൽ, കമ്പിവേലികളിൽ കുടുങ്ങിയിട്ടുണ്ടോ, ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ജനവാസ മേഖലയിൽ ഇറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കാനും മനുഷ്യരെ ആക്രമിക്കാനും ശ്രമിക്കുന്നതിനിടെ ഏതെങ്കിലും തരത്തിൽ പരിക്കുകൾ ഉണ്ടായിട്ടുണ്ടോ, അതോ വനത്തിനുള്ളിൽ തന്നെ ഏതെങ്കിലും മറ്റു മൃഗങ്ങളുമായി ഏറ്റുമുട്ടൽ ഉണ്ടായി പരിക്കേറ്റ് പുറത്തു ചാടിയാണോ ഇങ്ങനെ ജനവാസ മേഖലയിലേക്ക് എത്തിയത്? ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും പരിശോധിക്കുക. സാധാരണ നിലയിൽ ഈ കാലഘട്ടത്തിൽ, അതായത് ഡിസംബർ മാസത്തിന് ശേഷം ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കടുവ പുറത്തു ചാടുന്നത് ഒന്നുകിൽ 2 കടുവകൾ തമ്മിൽ ഏറ്റുമുട്ടി, അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളുമായുള്ള ഏറ്റുമുട്ടലിൽ, അല്ലെങ്കിൽ ഇര തേടാൻ കഴിയാതെ അവശതയായി, അല്ലെങ്കിൽ പ്രായ ആധിക്യം മൂലം കാട്ടുമൃഗങ്ങളെ വേട്ടയാടാൻ കഴിയാതെ വരുന്ന അത്തരം സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴാണ് സാധാരണ കടുവ ഈ സമയങ്ങളിൽ പുറത്തേക്ക് വരാറുള്ളത്. അവ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുകയും ചിലപ്പോൾ മനുഷ്യരെ തന്നെ ആക്രമിക്കുകയും ചെയ്യുന്ന പതിവാണ് ഉണ്ടായത്. അങ്ങനെ പുറത്തു ചാടിയ, വനത്തിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഏറ്റുമുട്ടലിൽ നിന്ന് പുറത്തു ചാടിയതാണോ, അതോ രോഗം, ഏതെങ്കിലും ആന്തരിക അവയവങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗം ബാധിച്ച് ഇര തേടാൻ കഴിയാതെ പുറത്തേക്ക് ചാടിയതാണോ, അതുമല്ലെങ്കിൽ പ്രായാധിക്യം മൂലം ചാടിയതാണോ, ഇങ്ങനെയുള്ള പഠനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുള്ള പ്രാഥമിക പരിശോധനകളാണ് നടത്തുന്നത്. കടുവയുടെ പല്ലുകളെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. മുൻകാലുകൾക്ക് പരിക്കുണ്ട്. അതുകൊണ്ട് ഇര തേടാൻ പറ്റാത്ത വിധത്തിൽ പല്ലുകൾ കൊഴിഞ്ഞിട്ടുണ്ടോ, ഈ ഇത്തരം പരിശോധനകളെല്ലാം നടത്തിയ ശേഷമായിരിക്കും ഇത് സംബന്ധിച്ചൊരു നിഗമനത്തിലെത്തുക. പുറത്തു ചാടിയ, നാട്ടിൽ ഇറങ്ങിയ കടുവ രാധയെ ആക്രമിച്ചു കൊന്നു, ഭാഗികമായി ഭക്ഷിച്ചു. അതിനുശേഷം വീണ്ടും കടുവയെ പലതവണ ആളുകൾ കണ്ടു. ഏറ്റവും ഒടുവിൽ ദൗത്യ സംഘത്തിലെ ജയസൂര്യയെയും ആക്രമിച്ചു. അങ്ങനെ വരുമ്പോൾ നാട്ടിൽ ഇറങ്ങിയതിനു ശേഷം ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകൾ ഉണ്ടായിട്ടുണ്ടോ, അത് വേറെ ഏതെങ്കിലും കാരണത്താൽ ആയിരിക്കുമോ ചത്തത് എന്നുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ജഡം ബേസ് ക്യാമ്പിലേക്ക് മാറ്റും. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടത്തും. മറ്റു നടപടികളെല്ലാം ഉണ്ടാകും. ആ നടപടികൾക്ക് സമാന്തരമായി തന്നെ പ്രാഥമികമായിട്ടുള്ള വിവരം ജനങ്ങളുമായി പങ്കുവെക്കാൻ, മാധ്യമങ്ങളുമായി പങ്കുവെക്കാൻ വനപാലകർ തയ്യാറാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ പ്രാഥമിക പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ജനങ്ങളെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ, ഭീതി പരത്തിയ കടുവ ചത്തു എന്നത് ജനങ്ങളെ സംബന്ധിച്ച് ആശ്വാസകരമാണെങ്കിലും വനം വകുപ്പിനെ സംബന്ധിച്ച് അതൊരു ആശങ്കയാണ് ഉണ്ടായിട്ടുള്ളത്. ഏത് രീതിയിൽ ഇത് ചത്തു എന്നത് കണ്ടെത്തേണ്ട ഒരു ഉത്തരവാദിത്തം വനപാലകരെ സംബന്ധിച്ചുണ്ട്. കഴിഞ്ഞ കുറച്ചു ദിവസമായി പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങളെ ആശങ്കയിലാക്കിയ, ഭീതിയിലാക്കിയ നരഭോജി കടുവയാണ് ഇപ്പോൾ ചത്ത നിലയിൽ കണ്ടെത്തിയത്. രാധ എന്ന സ്ത്രീയടക്കമുള്ള മരണങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അടക്കം മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നിരവധി പ്രതിഷേധങ്ങളൊക്കെ പ്രദേശത്ത് നടന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കടുവ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഷിബു, തുടരാം. വയനാട് പഞ്ചാരക്കൊല്ലിയിൽ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി. പിലാക്കാവിനോട് ചേർന്നാണ്
കടുവയുടെ ജഡം കണ്ടെത്തിയത്. കടുവയുടെ ദേഹത്ത് പരിക്കുണ്ട്. പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപത്തു നിന്നാണ് ജഡം കണ്ടെത്തിയത്. സ്പെഷ്യൽ ഓപ്പറേഷൻ സംഘത്തിന്റെ തിരച്ചിലാണ് കടുവയുടെ ജഡം കണ്ടെത്തിയത്. വിവരങ്ങളുമായി ഹരിത കരുണാകരൻ ചെയ്യുന്നുണ്ട്. ഹരിത, കടുവയുടെ കഴുത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ അടക്കമുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം ഇന്ന് പൂർത്തിയാക്കും. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ആതിര, ഇപ്പോൾ ഒടുവിൽ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് കടുവയ്ക്ക് ആഴത്തിലുള്ള പരിക്കുകൾ പറ്റിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മുൻകാലുകൾക്കൊക്കെ മുറിവുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ആഴത്തിലുള്ള മുറിവാണ് ഈ മരണകാരണം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ഈ RRT സംഘവും CCF സംഘവും ഒക്കെ മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ AK ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണും എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. മന്ത്രി മാധ്യമങ്ങളോട് വിശദീകരിച്ച് സംസാരിക്കുന്നതായിരിക്കും എന്താണ് കാരണം എന്നുള്ള കാര്യം. ഇനിയിപ്പോൾ ആളുകളെ സംബന്ധിച്ച് ജനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ നാട്ടിലെ ജനങ്ങൾ മൊത്തം ആഹ്ലാദത്തിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവരെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. കാരണം ഇത്രയും ദിവസം ഭീതിയിലാഴ്ത്തിയ ഒരു കടുവയുടെ അല്ലെങ്കിൽ ഒരു സംഭവത്തിന് തന്നെ ഒരു അന്ത്യം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അവർക്ക് രാവിലെ തന്നെ ഒരു സന്തോഷ വാർത്ത എന്ന രീതിയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത ഉണ്ടായത്. എങ്കിലും കടുവ എങ്ങനെയാണ് ചത്തത് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു അന്ത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കിട്ടണം. അതിന് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കണം. ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് സന്തോഷകരമായിരിക്കും. പക്ഷേ കടുവ ചത്തു എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ ആദ്യമൊക്കെ ഒരു ആശ്വാസം നമുക്ക് തോന്നുമെങ്കിലും ഇതിൻ്റെ ഒരു കാരണം നമുക്ക് അറിയാനുണ്ട്. കാരണം ചത്തത് എന്തായാലും ഒരു വന്യജീവിയാണ്. അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു വെക്കേണ്ട ഒരു അത്യാവശ്യ ഘടകമാണ്. എങ്കിലും ജനങ്ങളെ സംബന്ധിച്ച്, ആ മേഖലയിലെ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ കടുവയ്ക്ക് ആഴത്തിലുള്ള മുറിവുകൾ പറ്റിയിട്ടുണ്ട്. ആ മുറിവുകൾ എങ്ങനെയാണ് പറ്റിയത്? ഏതെങ്കിലും രീതിയിലുള്ള കമ്പിവേലികളിൽ കുരുങ്ങിയിട്ടാണോ അതോ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ആക്രമണങ്ങൾ നേരിടുന്നതിനിടയിലാണോ പരിക്ക് പറ്റിയതെന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. അല്പസമയത്തിനുള്ളിൽ വനപാലക സംഘം മാധ്യമങ്ങളെ കാണും. അവർ ഇപ്പോൾ അവിടെ RRT സംഘം ഒക്കെ ഉണ്ട്. വിദഗ്ധ പരിശോധന നടത്തുന്നുണ്ട്. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘമൊക്കെ അവിടെ കൂടുതലും ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഡോക്ടർമാരൊക്കെ ഉണ്ട്, വെറ്റിനറി ഡോക്ടർമാരൊക്കെ ഉണ്ട്. അവർ പരിശോധിച്ച ശേഷം എന്താണ് കാര്യം എന്നുള്ള കാര്യമൊക്കെ വിശദീകരിക്കും. ഈ ആഴത്തിലുള്ള മുറിവായിരിക്കാം മരണകാരണം എന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. അതിനുശേഷം മന്ത്രി AK ശശീന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കും. അതേസമയം തന്നെ മന്ത്രി OR കേളു അടക്കമുള്ളവർ പ്രതികരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ജനങ്ങളുടെ പ്രതികരണം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് സന്തോഷകരമാണ്. ഈ കടുവയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ 4 ദിവസത്തിനുള്ളിൽ 2 മനുഷ്യരെയാണ് ഈ കടുവ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിലൊരാളെ കൊല്ലുകയും മറ്റൊരാളെ ആക്രമിക്കുകയും ചെയ്തു. ഇന്നലെ ഭാഗ്യം കൊണ്ടാണ് അല്ലെങ്കിൽ അത്രയും ഇതുകൊണ്ടാണ് ജയസൂര്യ രക്ഷപ്പെട്ടത് എന്ന് പറയേണ്ടി വരും. കാരണം ആക്രമണത്തിൽ തടുത്തത് കൊണ്ട് മാത്രമാണ് ഈ RRT സംഘത്തിലെ ജയസൂര്യ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അദ്ദേഹം പറയുന്നതുമുണ്ട്, അതും നമ്മൾ കേട്ടതാണ്. അപ്പോൾ അത്തരത്തിൽ ഇത്രയും ആക്രമണകാരിയായിട്ടുള്ള ഒരു വന്യജീവി ചത്തു എന്ന് കേൾക്കുമ്പോൾ അവരെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ആ മേഖലയിൽ അത്രയും കുടുംബങ്ങളുണ്ട്. അവരെ സംബന്ധിച്ച് വളരെ ആശങ്കാജനമാണ്. കുട്ടികളടക്കമുള്ള ആൾക്കാർ പാർക്കുന്ന ഒരു ഏരിയയാണ്, ജനവാസ മേഖലയാണ്. അത്തരം ജനവാസ മേഖലയിലേക്ക് ഇത്തരം വന്യമൃഗങ്ങൾ കടന്നു വരുമ്പോൾ എത്രത്തോളം ജാഗ്രത പാലിക്കണമെന്നും എത്രത്തോളം ആശങ്കാജനകമാണെന്നും നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിലും അധികമാണ്. കാരണം ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ ഭയമാണ് ഉണ്ടാവുക. പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം തന്നെ ഒരിക്കലും ജനങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല. വന്യമൃഗങ്ങൾ ഇങ്ങോട്ടേക്ക്, അതായത് അവരുടെ ജീവിതത്തിലേക്ക്, സ്വകാര്യ ജീവിതത്തിലേക്ക് ഇടിച്ചേറി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആ ഒരു സാഹചര്യത്തിന് അല്ലെങ്കിൽ ഇത്രയും ദിവസം നീണ്ട ആ ഒരു ആശങ്കയ്ക്ക് ഒരു പരിഹാരം എന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത്. അതിലിപ്പോൾ നമുക്ക് കടുവയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ ആഴത്തിലുള്ള മുറിവാണ് കടുവ ചാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആതിര, വയനാട് പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. പിലാക്കാവിനോട് ചേർന്നാണ് കടുവയുടെ ജഡം കണ്ടെത്തിയിരിക്കുന്നത്. കടുവയുടെ ദേഹത്ത് പരിക്കുണ്ട്. സ്പെഷ്യൽ ഓപ്പറേഷൻ സംഘത്തിന്റെ തിരച്ചിലാണ് കടുവയുടെ ജഡം കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് തന്നെ പൂർത്തിയാക്കും. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ മാധ്യമങ്ങളെ കാണും. ഹരിത, തുടരുക. ഒരു ചെറിയൊരു ഇടവേള അനിവാര്യമാണ്.